നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഞാൻ നിന്നെ ഒരുപാട് വിഷമങ്ങളിലേക്ക് തള്ളിയിട്ടു എന്നറിയാം, എങ്കിലും നീ എന്നോട് ഇണങ്ങുകയില്ലേ. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കുറ്റബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കുറ്റബോധം എന്നൊരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ചത് തെറ്റായി പോയി എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ? ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഉദ്ദേശശുദ്ധിയും എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ പുതിയ തുടക്കത്തിന് വേണ്ടി മാനസികപരമായിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മറ്റുള്ള ബന്ധങ്ങളുമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവ് എനർജിയും മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെയും പരിശുദ്ധമായ ഹൃദയത്തിൻ്റെയും നിങ്ങളുടെ ആത്മാർത്ഥ പ്രവൃത്തികളുടെയും ഫലം തന്നെയാണ്. ഇത് തീർത്തും ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് ഈയിടെ കഴിഞ്ഞു പോയത്. നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ചേരായികകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനും ഒത്തുകൂടുവാനും ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ പറയുവാനും സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തടസ്സങ്ങൾ വന്നു ചേർന്നാലും അവയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയാണ് മാനസികപരമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗണപതി ഭക്തരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നവരെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഒരു മനഃശക്തിയാണ് ഇപ്പോൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി ഈ വ്യക്തിയെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നത് പതിവായിരുന്നു. മറ്റുള്ളവർ ഈ വ്യക്തിയെ അനാവശ്യമായി നിയന്ത്രിക്കുകയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ശുഭമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ വ്യക്തിയെ അകറ്റിക്കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കാതെ വളരെ മോശപ്പെട്ട സ്വഭാവ പ്രകൃതമുള്ള ഒരു വ്യക്തിയിലേക്ക് ആക്കി മാറ്റിയിട്ടുള്ളത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ്. തേർഡ് പാർട്ടികൾ വളരെയധികം നെഗറ്റീവായി തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവർ യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ നിങ്ങളിലേക്ക് വരുവാനോ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയത്നങ്ങളും തേർഡ് പാർട്ടികളിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് വരുന്നില്ല. പകരം നിങ്ങളായിട്ട് എങ്ങനെ തെറ്റിപ്പിരിയാം, എങ്ങനെ വേർപിരിഞ്ഞു പോകാം, നിങ്ങളെ തെറ്റിദ്ധരിക്കാം, നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതിരിക്കാം, തെറ്റിദ്ധരിക്കാം, ഇത്രയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ പേഴ്സണെ വിട്ടുകൊടുക്കുന്നത്. പക്ഷെ ഇവിടെ പുതിയൊരു ബന്ധത്തിന് വേണ്ടി, അതായത് നിങ്ങളുമായിട്ട് തന്നെയുള്ള പുതിയൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയാണ് ഇവിടെ ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ സന്തോഷമായി തന്നെ കഴിയുകയാണ്. പക്ഷെങ്കിൽ പോലും എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ, എന്തൊക്കെയോ കുറവിന്റെ അവസ്ഥ ഈ വ്യക്തിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മനസ്സിന്റെ ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുന്നു. ഇടയ്ക്കിടെ നിങ്ങളുടെ ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് യാതൊരു തരത്തിലും അനുസരണയില്ലാതെ കയറി വരുന്നത്. ഇത് വളരെയധികം അത്ഭുതകരമായും അതിശയത്തോടെയും ഈ വ്യക്തി നോക്കിക്കാണുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ
നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ളൊരു ചിന്തയിലേക്കും ഈ പേഴ്സൺ വരുന്നുണ്ട്. പക്ഷെ വേറെന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെ പ്രധാനമായും ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയതായി പഠിക്കുന്നതിനെ കുറിച്ചായിരിക്കാം, പുതിയ കോഴ്സുകൾ ഏറ്റെടുത്തുകൊണ്ട് പഠിത്തം തുടങ്ങുന്നതോ പുതിയ ബിസിനസ്സോ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതോ ആയിരിക്കാം. അത്തരം കാര്യങ്ങളിലേക്കും ഈ വ്യക്തി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റുള്ള കാര്യങ്ങളിൽ വളരെയധികം തിരക്കിലായി പോകുമെങ്കിൽ പോലും എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സന്റെ മനസ്സ് വരാതെ പണ്ടൊക്കെ പിടിച്ചു കെട്ടിയിരുന്നത് പോലെ ഇപ്പോൾ പിടിച്ചു കെട്ടുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഈ വ്യക്തിയുടെ മനസ്സ് യാതൊരു തരത്തിലും അനുസരണയില്ലാതെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വളരെയധികം യഥാർത്ഥമായും സത്യസന്ധമായും കാണുവാൻ കഴിയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മാറ്റിയെടുക്കണം തൻ്റെ ജീവിതം എന്നുള്ള ചിന്തയിലേക്ക് ഈ പേഴ്സൺ വന്നു ചേരുകയാണ്. തനിക്ക് പറ്റുന്ന കൂട്ടുകാരും അല്ലെങ്കിൽ പറ്റുന്ന വ്യക്തികളുമായി ഈ പേഴ്സൺ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് പല കാര്യങ്ങളും മുന്നിലേക്ക്, തൻ്റെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇത്രയും കാലം നിഴലിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഇരുട്ടത്ത് നിന്നിരുന്ന പല സത്യങ്ങളും തന്നെയാണ്. ഇവിടെ തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപവും അവരുടെ യഥാർത്ഥ സ്വഭാവവും ഉദ്ദേശവും ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നുള്ളതും ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അവയിൽ നിന്നും പുറത്തേക്ക് വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതി ഇപ്പോൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു നിലനിൽപ്പ് ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രണയബന്ധം പാതി വഴിയിൽ മുറിഞ്ഞു പോയത്. നിങ്ങൾ ഇരുവരും ഉപേക്ഷിക്കേണ്ടി വന്നതും സെപ്പറേഷനിലേക്ക് പോയതും. എന്നാൽ ഇപ്പോഴോ ഇവിടെ ആർക്കേഞ്ചൽ മെട്ടട്രോൺ എന്ന് പറയുന്ന മാലാഖയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു മാലാഖയുടെ ഊർജം എന്ന് പറയുന്നത് നിലനിൽപ്പിനെയും പ്രണയത്തെയും അനുകമ്പയെയും സ്നേഹത്തെയും അട്രാക്ഷനെയും ഒക്കെ സൂചിപ്പിക്കുന്ന മാലാഖയാണ്. ഇവിടെ ഒരു നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളതും ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കാതെ മറ്റൊരു വഴിയുമില്ല. കാരണം നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു ബന്ധം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, ഇവിടെ ഗണപതി ഭക്തർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ദൈവത്തിന്റെ പ്രാധാന്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അത് ഒരുപാട് വ്രതമൊക്കെ അനുഷ്ഠിച്ച് പ്രാർത്ഥനയോട് കൂടിയിരുന്ന് മാസങ്ങളോ വർഷങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലവും ആയിരിക്കാം. എന്തു തന്നെ ആയാലും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും നീയുമായി ഞാൻ കണ്ടുമുട്ടും. എനിക്ക് യാതൊരു കാരണവശാലും മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ നിന്നിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇത്തരം രീതിയിലുള്ള ചിന്തകളും സെന്റൻസുകളുമാണ്, അതായത് വ്യാഖ്യാനങ്ങളുമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം ശക്തിയേറിയ ഒരു വാക്കുകൾ തന്നെയാണ്. അതൊരു മാനിഫെസ്റ്റേഷനായും പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം അട്രാക്ഷൻ ഊർജം നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ലവേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റിയൂണിയൻ നടക്കാനായിട്ടുള്ള സാധ്യതകൾ അധികമായി കാണപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യതകൾ വരുന്നതായി നമുക്കിവിടെ കാണാം. ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായ ചില വിധികൾ വന്നു ചേരുന്നതായി കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ ഒരുപാട് വിഷമങ്ങളിലേക്ക് ഈ വ്യക്തി സ്വയം തന്നെ മുൻകൈ എടുത്ത് തള്ളിയിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഇനിയും ഈ വ്യക്തിയിലേക്ക് ഇണങ്ങാൻ വരണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വായന. ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സിലും
ഈ വ്യക്തിയുടെ ഉദ്ദേശത്തിലും എല്ലാം തന്നെ നിങ്ങളോട് കൂടെ വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.